കോതമംഗലം സ്വദേശിനി സോന എൽദോസ് TTC സ്റ്റുഡൻ്റ് ആണ്. 23 വയസ്സ്. സ്വയം ജീവനൊടുക്കിയ ഒരു ന്യൂസ് ഇപ്പം എല്ലാവരും കണ്ടു കാണും. ഈ വിഷയം സംസാരിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. ഓക്കെ, നമ്മളെ സൊസൈറ്റിയിൽ കുറേ വർഷങ്ങളായിട്ട് സംസാരിക്കുന്ന ഒരു എലമെൻ്റാണ് ഈ ലവ് ജിഹാദ്. ഓക്കെ, ഞാൻ ഇതിനു മുമ്പും ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ സംസാരിച്ചിട്ടുണ്ട്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ടേമിലേക്ക്, ആ ഒരു പെർട്ടിക്കുലർ ടേം, ആ ടേം ഒരു മതവിഭാഗത്തിനെ ആയിട്ട് കൂട്ടിക്കെട്ടി അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ആ മതത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അതിനു വേണ്ടി നടക്കുന്ന മുസ്ലിം മതത്തിലെ കുറേ ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അതിനോട് പേഴ്സണലി താല്പര്യമില്ല. പക്ഷേ ചില ആളുകൾ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് കല്യാണം കഴിച്ചു വരുന്ന പെൺകുട്ടികളെ അല്ലെങ്കിൽ ചില ആൺകുട്ടികൾ പരിവർത്തനം നടത്തിയാൽ മാത്രമേ കല്യാണം കഴിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അത് മുസ്ലിം മതത്തിൽ മാത്രമാണ് നിങ്ങൾ വിചാരിക്കരുത്. നമുക്ക് തോന്നുന്നുണ്ടോ? അത് ഹിന്ദു മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും ഒക്കെ ഇതേപോലെ പല സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. വലിയ പ്രേമങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ലാസ്റ്റ് ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ സ്റ്റക്ക് ആവണത്. ഒരു പക്ഷേ മുസ്ലിം മതത്തിലേക്ക് പരിവർത്തനം നടത്തണം അല്ലെങ്കിൽ മുസ്ലിം മതത്തിലേക്ക് മതപരിവർത്തനം നടത്തുന്നത് മാത്രം കുറച്ചൊന്ന് മുഴച്ചു നിൽക്കുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ ഒരു ഹിന്ദു മതത്തിലേക്ക് ഒരു കുട്ടി വരിക അല്ലെങ്കിൽ ഒരു കുട്ടി ക്രിസ്ത്യൻ മതത്തിലേക്ക് പോവാന്നുള്ളതൊക്കെ അത്ര സൊസൈറ്റിയിൽ പ്രൊജക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ടേം ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ഡിസ്കഷനിൽ വരുന്നത്. അപ്പൊ കോതമംഗലം സോന എൽദോസിന്റെ ഈ വിഷയത്തിലും ഇതൊരു ലവ് ജിഹാദ് അല്ലേ, ഇതൊരു എക്സാമ്പിൾ അല്ലേ എന്ന് വെച്ചിട്ടാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്, ഈ ഒരു കേസ് പ്രൊജക്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അതിനേക്കാൾ കൂടുതൽ ഈ കേസ് എങ്ങനെ കാണുന്നതെന്ന് അറിയും. ഇതിന് വേറെ കുറെ ഡയമെൻഷൻസ് ഈ കേസിനകത്തുണ്ട്. ഇത് വെറും ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു സംഭവം, അതൊക്കെ ആൾക്കാർ ഇട്ടൊരു പേരാണ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ റമീസ് എന്ന് പറഞ്ഞ ആലുവ സ്വദേശിയായ പയ്യനായിട്ടാണ് ഈ കുട്ടി പ്രണയത്തിലാവുന്നത്. UC കോളേജിൽ ഇവർ പഠിക്കുന്ന സമയത്താണ് ഇവർ ആലുവ UC കോളേജിൽ. പിന്നെ ഈ രണ്ട് കൂട്ടരുടെയും, ഈ റമീസിൻ്റെയും സോന എൽദോസിൻ്റെയും വീട്ടുകാർ തമ്മിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഇവരുടെ വിവാഹം നടത്തി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവൻ അവരുടെ വീട്ടുകാർ മതം മാറണം ഈ കുട്ടി എന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടീൻ്റെ വീട്ടുകാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ വില്ലിങ് ആണ് എന്നുള്ളത്. ഓക്കെ, അതാണ് ഞാനിവിടെ പറയുന്നത്. ഒരു ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ആസ്പെക്റ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ പാരൻസ് അറിയാതെ അല്ലെങ്കിൽ കുട്ടികളെ എന്തെങ്കിലും എന്താ പറയാ പെൺകുട്ടികളെ മനസ്സ് മാറ്റി, മനസ്സിലായോ? ലവ് ജിഹാദ് പറഞ്ഞ് പറ്റിച്ച് വഞ്ചിച്ച് അതെ ബ്രെയിൻ വാഷ് ചെയ്ത് കുട്ടികളെ കൊണ്ടുപോകുന്നതാണ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞ ടേമിലേക്ക് പൊതുവെ പറയാറ്. പക്ഷെ ഇതിപ്പോ ആ പെൺകുട്ടിയുടെ വീട്ടുകാരും അതിന് റെഡി ആയിട്ടുള്ള ഒരു സാഹചര്യം. നോർമൽ കല്യാണം, അതെ, നോർമൽ കല്യാണത്തിൽ എത്തിയ പ്രേമം. അതെ. അപ്പോൾ അത് 3 മാസം മുമ്പ് ഈ കുട്ടിയുടെ അച്ഛൻ മരിക്കുന്നു. പിന്നെ ഈ പയ്യൻ, ഈ റമീസ് എന്ന് പറഞ്ഞ ആലുവ സ്വദേശിയായ പയ്യൻ, അവനെ ആലുവയിൽ വെച്ച് തന്നെ എന്തിനു പിടിക്കുന്നു, ഒരു വ്യഭിചാര കേസിൽ, അനാശാസ്യ കേസിൽ പിടിക്കുന്നു. അപ്പൊ ഈ കുട്ടിക്ക് എന്തായി, ഇവനോടുള്ള ഒരു റിലേഷൻ സീന് പറ്റുന്നു. അതിന് മുകളിൽ ഈ കുട്ടി മതം മാറില്ല എന്ന് പറയുന്നു. പിന്നെ ഇവന്റെ വീട്ടുകാർ ഈ കുട്ടിയെ പല നുണയും പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയി മതം മാറാൻ വേണ്ടിയിട്ട് പ്രസ് ചെയ്ത് ലാസ്റ്റ് ഈ കുട്ടി സ്വയം മർദ്ദിച്ചു ഒക്കെ ചെയ്തു, സ്വയം ജീവൻ കൊടുക്കുന്നു. ആസ് യൂഷ്വൽ എല്ലാ കേസിലും കാണുന്നത് പോലെ തന്നെ ഈ കേസിനകത്തും കുട്ടി മരണപ്പെട്ടതിന് ശേഷം കുട്ടിയുടെ ഫ്രണ്ട് വരുന്നു, വീട്ടുകാർ കുറേ കാര്യങ്ങൾ പറയുന്നു. ഞാൻ അന്ന് ചോദിച്ചു, എന്നതിന് എപ്പോഴും ചോദിക്കാനുള്ളത്, ഇവർ ജീവിച്ചിരിക്കുമ്പോൾ ഇവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം അതിനൊരു അല്ലേ ഇപ്പൊ വന്നിട്ട് ഒരു വാലിഡിറ്റി ഓരോ പ്രാവശ്യം സംഭവിക്കുമ്പോഴും വീട്ടുകാരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ ഇനിയൊരു കുട്ടിക്ക് ഇത് സംഭവിക്കരുത് പറഞ്ഞിട്ട് ഇങ്ങനെ കഴിഞ്ഞതിന്റെ ശേഷമാണ് എപ്പോഴും ഇത് പറയുന്നത്. ഞങ്ങൾക്ക് എല്ലാം അറിയായിരുന്നു കൂടെ പറയും. മരിച്ചു കഴിഞ്ഞിട്ട് തന്നെ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമില്ല, റീസൺ അല്ല. കാരണം എന്താ പറയാ, ഇവരൊക്കെ അത്രയും സ്ട്രെസ്സിന്റെ മുകളിൽ നിൽക്കുമ്പോഴാവും ജീവിച്ചിരിക്കുമ്പോൾ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്യുന്നത്. ബട്ട് വേറെ കാര്യമുണ്ട്, ഇത് ആരെടുത്താണോ ഏത് ഫ്രണ്ടിൻ്റെ അടുത്താണോ ഷെയർ ചെയ്യണത് അവർക്ക് അതിനുള്ളൊരു പൊസിഷനും കൂടി വേണം. മറ്റവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ളൊരു പൊസിഷൻ വേണം. അറ്റ്ലീസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം, അത് അവരുടെ വീട്ടിൽ അറിയിക്കാനുള്ളൊരു മനസ്സെങ്കിലും കാണിക്കണം അല്ലേ. ഒരു ഫ്രണ്ടിനോട് ഷെയർ ചെയ്ത് ആ ഫ്രണ്ട് ആ പെൺകുട്ടിയുടെ വീട്ടിൽ കൃത്യമായിട്ട് അത് അറിയിക്കാനുള്ളൊരു വകുപ്പ് ഉണ്ടാക്കിയ ഒരു പരിധി വരെ ഇങ്ങനത്തെ കാര്യങ്ങൾ വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഏട്ടന്റെയും ഒക്കെ സംസാരം കേട്ടപ്പോൾ തോന്നി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ് തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ പറയാനൊരു ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരാണ്. എന്താണെങ്കിൽ ആ പെൺകുട്ടിയുടെ ഫ്രണ്ട് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് നോക്കാം.
ഇല്ല മതം അവരുടെ വീട്ടിൽ ഭയങ്കര മതം മാറണമെന്ന് ഭയങ്കര പ്രശ്നമാണ്. അവനെ ലോഡ്ജി വെച്ച് ഇവള് കണ്ടുപിടിച്ച് എൻ്റെ ഫോൺ വഴി എന്തോ ഇത് വഴി കണ്ടുപിടിച്ച കാര്യമൊക്കെ ഇവളെ അടുത്ത് പറഞ്ഞു. മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ വെള്ളിയാഴ്ച പോയിട്ട് അന്നാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഈ കാര്യം ഉമ്മയുടെ അടുത്തൊക്കെ പറയാൻ വേണ്ടി പോയത്. ഇയാളെ കണ്ട കാര്യം അല്ല, ഈ ഫോൺ വഴി കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പം അവന് ഇത് സമ്മതിച്ചില്ല. അപ്പോഴത്തേക്കും ഇവിടെ തെളിവ് സഹിതം കാണിച്ചു അവനെ. അപ്പോഴത്തേക്കാണ് അവൻ സമ്മതിച്ചത്. അതിനുശേഷം രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് അവൾ പറഞ്ഞു. നേരത്തെ അവൾ മതം മാറാന്നൊക്കെ പറഞ്ഞായിരുന്നു സമ്മതത്തോടെ. അവളുടെ വീട്ടിലൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആ ഞാനിക്കായാലും അമ്മയ്ക്കായാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. എന്നിട്ടാണ് ഈ മതം മാറണമെന്ന് പറഞ്ഞിതായിരുന്നു. മൂവാറ്റുപുഴ വെച്ചാണ് അവൾ കണ്ടപ്പോഴത്തേക്കാണ് അവളൊക്കെ ചുമന്ന് നടക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൂടി പറ്റും. അപ്പോഴാണ് പറഞ്ഞത് റെമി അടിച്ചടി എന്നൊക്കെ പറയുന്നത്. അപ്പോഴത്തേക്കും ഞാൻ അവനടുത്ത് വഴക്കുണ്ടാക്കി. അപ്പം മതം മാറുന്നതിൻ്റെ പേരിലായിരിക്കും അടിച്ചത്. അവൾ പറഞ്ഞു എടി എനിക്ക് അവിടുത്തെ വീട്ടിൽ പോകാൻ താല്പര്യമൊന്നുമില്ല, എനിക്ക് റെമി തന്നെ വേണം, എനിക്ക് അവിടുത്തെ വീട്ടിൽ പോകണ്ട, എനിക്ക് റെമിയായിട്ട് ജീവിക്കണം തന്നെ ഉണ്ടടി എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴത്തേക്ക് അവിടെയാണെങ്കിൽ ശരിയാകത്തില്ല, മതപരമായിട്ട് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും. അവൻ്റെ ഉമ്മ മതം മാറണമെന്ന് പറഞ്ഞൊരു ഇതായിരുന്നു എന്നാണ് പറഞ്ഞത്. മതം മാറിയേ പറ്റത്തുള്ളൂ, മറ്റയാളെ കെട്ടിച്ച് വരത്തുള്ളൂ എന്നൊക്കെ അവളെ അടുത്ത് പറഞ്ഞായിരുന്നു. ഇയാളുടെ സ്വഭാവം എപ്പോഴാണ് മാറിയത്? ജോലി കിട്ടി കഴിഞ്ഞ പിന്നെ എയർപോർട്ടിൽ ഇപ്പം അവൻ ജോലി ചെയ്യുന്നത്. സോനെ വേണ്ടാത്ത പോലെ ഒരു അഭിനയമായിരുന്നു. എനിക്ക് പല പ്രാവശ്യം അവൻ്റെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു എടി എനിക്ക് അങ്ങനെ പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്, എന്തോ എനിക്ക് തോന്നലാണോ എന്ന് ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞു എടി അങ്ങനെയൊന്നുമില്ല, അവനെന്നെ തന്നെ വേണം. കുറേ പ്രാവശ്യം അവളൊക്കെ ഇത് കൊടുത്തതാണ് ഞാൻ. പക്ഷെ അവളത് ഇതാക്കിയില്ല. എനിക്ക് ജോലിയില്ല, ഞാൻ പഠിച്ചത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞ് പോവുകയത്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എടി നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കയ്യിലൊരു 5 കാശ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പിടിച്ച് നിൽക്കാൻ പറ്റും. നീ ഒരു കാരണവശാലും പഠിത്തം നിർത്തിയിട്ട് പോകരുത് കേട്ടോ എന്ന് ഞാൻ പറയുമായിരുന്നു അവളുടെ അടുത്ത്. ജോലി വേണ്ടി അവൾക്ക് അതിനുള്ള കഴിവുണ്ട്. അവൾ നല്ലൊരു പഠിക്കുന്ന ഒരു കൊച്ചും കൂടിയായിരുന്നു അവൾ. അപ്പോഴത്തേക്കും അവൾ പറഞ്ഞു എടി ഞാൻ മേടിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവൾ ഇടയ്ക്ക് പറയുമായിരുന്നു എടി എന്നെ ജോലിക്കൊന്നും അവർ വിടത്തൊന്നുമില്ല എന്നൊക്കെ പറയുമായിരുന്നു അവള്. ഞാൻ പറഞ്ഞു നീ അവൻ വിട്ടില്ലെങ്കിൽ നീ പൊയ്ക്കോണം എന്ന് ഞാൻ അവളുടെ അടുത്ത് പറയുമായിരുന്നു. മരണത്തിന് ഉത്തരവാദി ആരാന്ന് വിശ്വസിക്കുന്നത്? റമീസ് തന്നെ. റമീസിന്റെ ഫാമിലി അവരാണെങ്കിൽ അവള് മതം മാറണമെന്ന് പറഞ്ഞ് ഇത്രയും ഇതാക്കിയത് കൊണ്ടല്ലേ അവൾ ഇങ്ങനെ ആയി പോയത് തന്നെ. പൊന്നാനി കൊണ്ടുപോയില്ല, അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ, അന്ന് റൂമിൽ പൂട്ടിയിട്ടെന്ന് പറഞ്ഞില്ല, അന്ന് പൊന്നാനി കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ഇടുമായിരുന്നു അവര് അവളെ. ശമ്പളമൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അറിയത്തില്ല, 10 രൂപ ഉണ്ടെന്ന് അവള് പറഞ്ഞു. 10 15 എന്ന് പറഞ്ഞത്. TC അടയ്ക്കാനുണ്ട്, പിന്നെ 2000 രൂപയ്ക്ക് വേറെ മറ്റേ ചിലവിനൊക്കെ ആയിട്ട് അവൻ വേറെ പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നൊക്കെ ഒന്ന് അവളെ എൻ്റെ അടുത്ത് പറഞ്ഞത്. സ്വഭാവം അറിയാതെ, എന്നിട്ട് അവൾക്ക് അവളെ തന്നെ വേണമെന്നായിരുന്നു ഒരിത്. അതെല്ലാം ക്ഷമിച്ച് വിട്ടു അവളത്. എന്നിട്ട് ഇവളെ തന്നെ വേണമെന്നായിരുന്നു സോനാപ്പിക്ക് ഒരിത്. ഈ കുട്ടിക്ക് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മരിച്ച പെൺകുട്ടിക്ക് സംഭവിച്ച കാര്യങ്ങളും അവരോട് പറഞ്ഞ കാര്യങ്ങളും ഇവർ കണ്ട കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. മക്കൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ അച്ഛനമ്മമാർ മതം മാറ്റുക എന്നുള്ള പരിപാടി, അത് ഏത് മതത്തേക്കാണെങ്കിലും വരുന്ന പെൺകുട്ടിയെ കൺവേർട്ട് ചെയ്യുക എന്നുള്ള പരിപാടി കാണിക്കുന്നത് തന്തല്ലാത്തരമാണ്. മനസ്സിലായോ? സൊസൈറ്റിയുടെ മുന്നിൽ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ അവളെ അങ്ങോട്ട് കൊണ്ടുവന്നു, അവളെ നമ്മളെ മതക്കാരനാക്കി അല്ലെങ്കിൽ മതക്കാരിയാക്കി എന്ന് പറയുന്നതിന് ഒരു ക്രെഡിറ്റ് ഒന്നുമില്ല. അത് ഒരാളുടെ ഐഡൻറ്റിറ്റി നിങ്ങൾ എന്ത് ചെയ്യാണ്? മാറ്റുകയാണ്. ഏത് മതത്തിലായിക്കോട്ടെ, നിങ്ങളെ മക്കൾ ഇഷ്ടപ്പെട്ട ഒരാളെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പാരന്റ്സ് ചെയ്യേണ്ടത്. പല പാരന്റ്സും മക്കളെ ഇഷ്ടം അങ്ങനെ ആവട്ടെ എന്നൊക്കെ പറയും. എന്നിട്ട് ലാസ്റ്റ് അവരെ ഇഷ്ടമാണ് അവരെ തലയിൽ അടിച്ചേൽപ്പിക്കണ ഈ മതം മാറുന്ന കേസിലാണ് പറയണത്. പിന്നെ അവർ ഈ മക്കളെ ഇഷ്ടം എന്ന് പറയണതിൽ വലിയ കാര്യമൊന്നുമില്ല. അത് മാത്രമല്ല, ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഈ റമീസിന്റെ ഉമ്മയാണ് മതം മാറാൻ ഇത്രയും പ്രഷർ ചെയ്തതെന്ന് പറഞ്ഞത്. ഈ ഉമ്മ, ഞാൻ 1-2 ന്യൂസിൽ കണ്ടത്, ഈ റമീസിന്റെ ഉമ്മ എന്ന് പറഞ്ഞ ആള് ആദ്യം ക്രിസ്ത്യൻ ആയിരുന്നു എന്നും പിന്നെ മുസ്ലിമിലേക്ക് കൺവേർട്ട് ചെയ്തതാണെന്നും അങ്ങനത്തെ ഒരു പോയിന്റ് ഈ കുട്ടിയുടെ മരിച്ചുപോയ കുട്ടിയുടെ ബ്രദർ പറയുന്നത്. ദാറ്റ് ഷോസ് അവരിങ്ങനത്തെ കൺവേർഷനിലൂടെ പൈസ ഉണ്ടാക്കുന്ന ഒരാളാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അതാണ് മെയിൻ സാധനം. നമുക്കറിയണേ അതെനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അതിപ്പോ എല്ലാ മതത്തിലും ഉണ്ട്. എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യൻ മതത്തിലും മുസ്ലിം മതത്തിലുമാണ് അത് കൂടുതലുള്ളത്. ക്രിസ്ത്യൻ മതത്തിലേക്ക് ഒരാളെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അത് പണ്ടൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂരിലുള്ള സമയത്ത് ബാംഗ്ലൂർ ബേസ്ഡ് തമിഴ് കുറച്ച് ഈ പിന്നോക്ക വിഭാഗം എന്ന് പറയപ്പെടുന്ന സോക്കോൾഡ് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ, ഞാൻ അങ്ങനെ പറയും, കാരണം ഞാൻ ജാതി മതം നോക്കാത്ത ഒരാളാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ദളിത് വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ടവരെ പൈസ കൊടുത്തും വിവാഹം ബ്രെയിൻ വാഷ് ചെയ്തും ഒക്കെ മതം മാറ്റാൻ നടക്കുന്ന ഒരുപാട് ക്രിസ്ത്യൻ ബെൽറ്റിലുള്ള കുറെ ടീംസ് ഉണ്ട് അവിടെ കർണാടകയിൽ. ഞാൻ അത് എക്സ്പീരിയൻസ്, നമുക്ക് ഇഷ്ടം പോലെ പരിചയമുണ്ട്. നമ്മളെ വീട്ടിൽ തന്നെയുള്ള ഒരു മെയ്ഡ് നമ്മളോട് ഇഷ്ടം പോലെ കഥ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ മുസ്ലിം മതത്തിലാണെന്നുണ്ടെങ്കിൽ മുസ്ലിം മതത്തിലും ഇതേ സെയിം എഫക്റ്റ് ഉണ്ട്. മുസ്ലിം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് അത് പൈസയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ കുറെ പള്ളി കമ്മിറ്റികൾ തന്നെ ഉണ്ട്. ഉള്ള കാര്യം പറയാലോ, അവിടെ
കുറേ കുറേ ടീംസ് തന്നെ അതിന് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആസ്പെക്റ്റിൽ എന്തെങ്കിലും ഇവിടെ ഒരു കൺവേർഷൻ്റെ ഒരു സംഗതി നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് കണ്ടതല്ലേ മറ്റേ 2 കന്യാസ്ത്രീകൾ കൺവേർഷന് വേണ്ടി കുട്ടികളെ ഭയങ്കര കോലാഹലമുണ്ടായി. ഇതിൻ്റെ ബാക്കിൽ ഞാൻ പറയുമ്പോൾ ഇതാണ് പോലീസ് അന്വേഷിക്കേണ്ടത്. ഇവരുടെ വീട്ടുകാരിപ്പോൾ ഒളിവിലാണ്, ചെക്കൻ്റെ വീട്ടുകാർ ഒളിവിലാണ്. അവരിങ്ങനത്തെ ഒരു കൺവേർഷൻ നടത്തി അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന ഒരു പരിപാടി കാണിക്കുന്ന ആളുകളാണെങ്കിൽ അത് നിയമപരമായിട്ട് എന്ത് ചെയ്യണം, അവരെ ലോക്ക് ചെയ്യണം. ആൻഡ് അത് മാത്രമല്ല, ഈ പെൺകുട്ടിയെ മതം മാറാൻ വേണ്ടി പുഷ് ചെയ്തത് ഈ ചെക്കൻ്റെ ഫ്രണ്ട്സും ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അവരുടെ ഇന്റൻഷൻ എന്താ നോക്കണം. ഒരു കേസിൽ ശരിക്കും ആ കുട്ടീനെ കൊടുക്കുന്നത് മതത്തിക്ക് ഒരാളെ ചേർത്താന്നുള്ള ഉദ്ദേശത്തോടുന്നാണ് ഞാൻ സംശയിക്കുന്നത്. അതായത് എല്ലാവരും കൂടി ഇങ്ങനെ മകനോട് അവർ പറഞ്ഞിട്ടുണ്ടാവും അനക്ക് കുറച്ച് പൈസ കിട്ടും, ഫ്രണ്ട്സിനും ഇത് കൺവേർട്ട് ആക്കി കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഇവരെല്ലാരും കൂടി ഈ കുട്ടിയെ എന്ത് ചെയ്തു, മതം മാറ്റാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ആസ്പെക്ട്. ഞാൻ പറഞ്ഞല്ലോ, ലവ് ജിഹാദ് എന്ന് പറഞ്ഞ സാധനത്തിൽ ഡിസ്കഷൻ നടന്നോട്ടെ. അത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏത് രീതിയിൽ ഇങ്ങനത്തെ കൺവേർഷൻ നടന്നാലും അതിനെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഹിന്ദു മുസ്ലിം പോയാലും, മുസ്ലിം ഹിന്ദുക്ക് വന്നാലും, ക്രിസ്ത്യൻ മുസ്ലിം ആയാലും, മുസ്ലിം ക്രിസ്ത്യൻ ആയാലും ഒക്കെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മൾ ഏത് മതത്തിൽപ്പെട്ട അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രേമിച്ച് എന്തൊക്കെ പ്രശ്നമായാലും കല്യാണം കഴിച്ചിട്ട് അതേ മതത്തിൽ വിശ്വസിക്കുന്ന ഈ ദൈവങ്ങൾ തമ്മിൽ അടികൂടുന്നില്ലല്ലോ. അവർക്ക് അടിപൊളിയായിട്ട് ആ വീട്ടില് അടിച്ചു പൊളിച്ച് പോയിക്കൂടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതൊരു വേറെ രസമല്ലേ. 20-25 കൊല്ലം നമ്മള് വളർന്ന സാഹചര്യം പഠിച്ച സാധനങ്ങളൊക്കെ മാറുന്ന അങ്ങോട്ട് മറക്കുന്നില്ലേ. ഒരു കല്യാണത്തിന് വേണ്ടി മാത്രമാണ് അത് ചെയ്യുന്നത്. ആ മാറണേൽ എന്ത് അർത്ഥം വിശ്വാസം കൊണ്ട് മാറണല്ലോ. ഈ പന്നീന്റെ മോൻ ആ കുട്ടി അത്രയും ഇവനെ ഒരു അനാശാസ്യ പ്രവർത്തിക്ക് പിടിച്ചിട്ട് പോലും ആ പെൺകുട്ടി അവനെ ട്രസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, അവൻ്റെ ഒപ്പം ജീവിക്കാൻ തയ്യാറായി. എന്നിട്ട് വരെ ആ നാറി എന്ത് ചെയ്ത് ഈ പെണ്ണിനെ കൺവേർട്ട് ചെയ്യണം എന്നുള്ളൊരു വാശി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെറ്റ എമ്മാതിരി നാറിയെന്ന് ആലോചിച്ച് നോക്കിയാണ്. സോറി, ഞാൻ കുറെ തെറി ഇതില്, ഐ എം വെരി സോറി. ഓക്കെ, അതാണ് അത് പിടിച്ച ഒരു സാധനത്തിനെയാണ്, അനാശാസത്തിനെ പിടിച്ചൊരു ഒരുത്തന്നെയാണ് ഇവള്. അങ്ങനെ പറയാൻ പാടില്ല, ഇവള് പിന്നെയും പോയിട്ട് നിന്നത്. അതാ സത്യം പറഞ്ഞത് ഉണ്ടായത്. പറയാൻ പാടില്ല. ബ്രദർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സംഭവിച്ചത് അവർ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. വീട്ടിൽ വന്ന് കല്യാണാലോചനയൊക്കെ നടത്തിയായിരുന്നു. മതം മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ മാറാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു മതം മാറണ്ട, അല്ലാതെ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവളുടെ ഇഷ്ടം നോക്കണമെന്ന് പറഞ്ഞു. അതായത് സ്വന്തം ആങ്ങളുടെ അമ്മയുടെ അടുത്ത് അവർ പറയണം അവളുടെ ഇഷ്ടം നോക്കണമെന്ന്, അവരുടെ അപ്പനും വന്നിട്ട്. അപ്പം അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അവർ ഇതാണ്. അപ്പം തന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ. അവൾ ഇപ്പം തന്നെ പറഞ്ഞു ഞാൻ പൊക്കോളാം. അവർ പറഞ്ഞു പൊന്നാനിയിൽ 2 മാസം പോയിന്നത് മതം മാറിയിട്ട് വന്നെന്ന് പറഞ്ഞു. അവൾ സമ്മതിച്ചു, ഞങ്ങൾ സമ്മതിച്ചു. 1 വർഷം അപ്പം മരിച്ചുകൊണ്ട് 1 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ എൻഗേജ്മെൻറ്റ്, അവിടെ അവരുടെ രീതിക്ക് കല്യാണം അങ്ങനെ സെറ്റ് ചെയ്തു. അതിൻ്റെ ഇടയിലാണ് അത് 1 വർഷം കഴിഞ്ഞിട്ടല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോഴേ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് കാര്യമില്ല. 1 വർഷം കഴിയുമ്പോൾ തന്നെ എൻഗേജ്മെൻറ്റ് തൊട്ടടുത്ത ദിവസം ഒരു അത്യാവശ്യം എടുത്തും പിന്നെ അന്ന് ഇത് ഡേറ്റ് ഫിക്സ് ചെയ്യില്ല കല്യാണത്തിൻ്റെ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഇവനെ ലോഡ്ജിൽ നിന്ന് അനാശാസ്യത്തിന് പിടിക്കണം. അത് ഇവർ ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ ഇവൾ കണ്ടുപിടിച്ചു, ഇവളുടെ വാട്സപ്പിലുണ്ടായിരുന്നു, കണ്ടുപിടിച്ചുള്ളൊരു ആപ്പ് വഴി. ഇവള് നേരെ ഇവൻ്റെ വീട്ടിൽ പോയി പറഞ്ഞു. ഇവൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു ഇനി ഞാൻ മതം മാറില്ല അല്ലാതെ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. അവൻ്റെ വീട്ടുകാർക്ക് സമ്മതമല്ലായിരുന്നു, വിഷയമായിരുന്നു, ഭയങ്കര പ്രഷറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൾക്ക് ഇവന് ഇഷ്ടമായതുകൊണ്ട് ഇവൾ പിന്നെയും ഇതൊന്നും വീട്ടിൽ പറയല്ല. ഇവളത് കഴിഞ്ഞിട്ട് പിന്നെയും ഈ കൂട്ടുകാരിയുടെ അടുത്തേക്ക് പോകാമെന്നും പറഞ്ഞ് പോയി. ഇവൻ അവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാം ചെയ്തു, കൂട്ടുകാരിയുടെ ഭർത്താവും. അതൊന്നും നമ്മളറിയില്ല. അങ്ങനെ രജിസ്റ്റർ. അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇവൻ്റെ ഫാമിലിയിൽ നിന്ന് കുറേ കോളും ഉണ്ടായിരുന്നു എന്നാണ് അന്നേരം ഇവർ പറയുന്നത്, ഈ കൂട്ടുകാരി ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇവൻ വൈകിട്ടായപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാം സെറ്റ് ചെയ്തവരുടെ വൈകിട്ട് പിറ്റേന്ന് തിങ്കളാഴ്ച രജിസ്ട്രേഷൻ. ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ആലുവയിലെല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ പോയി നിന്നിട്ട് രാവിലെ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇവള് പറഞ്ഞു ഞാൻ വന്നില്ല, ഞാൻ വന്നാൽ ശരിയാവില്ല, അവർക്കറിയാലോ വീട്ടിലെ ഇത് മൊത്തം ഭയങ്കര സീനാണ്, വരില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഇവൻ ലാസ്റ്റ് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകുക, കബളിപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം, നിർബന്ധിച്ചല്ല കബളിപ്പിച്ച് വിളിച്ചുകൊണ്ട് പോയതാണ്. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ പൂട്ടിയിട്ടു. അത് കഴിഞ്ഞ ഞായറാഴ്ച പൂട്ടിയിട്ടു. അവളെ പൂട്ടിയിട്ടിട്ട് ടോർച്ചർ ചെയ്തു. മതം മാറാൻ വേണ്ടി വണ്ടി പുറത്ത് വെക്കുവാണ്. നേരെ വണ്ടി കയറിക്കോ നമ്മൾ പോകണം. മതം മാറിയിട്ട് 2 ദിവസം കഴിഞ്ഞ് വന്നു. അല്ലാതെ നീ ഇവിടുന്ന് പോവില്ല. അവൻ്റെ കൂട്ടുകാരന്മാർ മുസ്ലിങ്ങളാണ്, സഹദോ അങ്ങനെയൊക്കെ അവൾ ഇതിലെഴുതി വെച്ചിട്ടുണ്ട്. അവന്മാർ എല്ലാവരും ഈ കൂട്ടുകാരന്മാരൊക്കെ ഒരു മതം മാറണേനൊക്കെ ഇത്രയും പ്രഷർ വന്ന് എന്നത്തെ കാലത്താണെന്നറിയില്ല. എനിക്കും കൂട്ടുകാരുണ്ട്, നമുക്ക് എല്ലാവർക്കും കൂട്ടുകാരുണ്ട്. മതം മാറ്റണേനൊക്കെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീട്ടിൽ അവൻ്റെ പെങ്ങൾ, അവൻ്റെ വാപ്പയുടെ സ്വന്തക്കാർ, ഉമ്മയുടെ സ്വന്തക്കാർ. ഈ ഉമ്മയുടെ സ്വന്തക്കാർ ഉമ്മയൊക്കെ ക്രിസ്ത്യാനിയായിരുന്നു, അതിൽ നിന്ന് കൺവേർട്ടായതാണ്. ഇവരങ്ങനെ മൊത്തം ക്രിസ്ത്യൻ ഇങ്ങനെ കൺവേർട്ട് ചെയ്യിക്കുന്ന പരിപാടിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഇപ്പം എനിക്ക് സംശയമുണ്ട്, ഇങ്ങനെ ജാതി മാറ്റിയെടുക്കുന്ന പരിപാടിയാണോ. അവർക്ക് അതാണല്ലോ മെയിനായിട്ട് ഇത്രയും ഡിമാൻഡിൽ, വേറെ ഒന്നും അവർക്ക് ഡിമാൻഡില്ലായിരുന്നു. ബ്രദർ കുറേ കാര്യങ്ങൾ അവർക്കറിയാം.
പെൺകുട്ടിയുടെ ഇഷ്ടത്തിന് മതം മാറുക എന്നുള്ള സെറ്റപ്പിലായിരുന്നു. ഇനിയിപ്പോൾ അവിടെ ബ്രെയിൻ വാഷിങ്ങിന്റെ ഒരു എലമെന്റ് നടന്നിട്ടുണ്ടോ എന്നുള്ളതും അതൊന്ന് നോക്കണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം, ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നടക്കുന്നത് അധികം മതം നോക്കിയിട്ടാണ്. മതം ബേസ്ഡ് ആയിട്ടുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് എല്ലാ പാർട്ടിക്കാരും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആദ്യം പോലീസും രാഷ്ട്രീയക്കാരും ചെയ്യേണ്ട പരിപാടി, ഇങ്ങനത്തെ കൺവേർഷൻ നടക്കുന്ന പള്ളികളും ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് അവിടെ കൺവേർഷന് വേണ്ടി പോകുന്ന ആളുകൾ സ്വയം അവരുടെ ഇഷ്ടത്തിന് വന്നതാണോ, അവർ എന്ത് ബേസിസിൽ അവിടെ വന്നു? ഒരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കൺവേർഷന് വേണ്ടി വന്ന ആൾ അവർ മാനിപ്പുലേറ്റഡ് ആയിട്ട് വന്നതാണോ, അവരാരെങ്കിലും ഈ പറഞ്ഞ പോലെ മൈൻഡ് ഫ്രീസ് ചെയ്ത് കൊണ്ടുവന്നതാണോ? 100% ആത്മാർത്ഥതയോട് സ്വന്തമായി തോന്നിയിട്ട് മതം മാറി വരുന്നത് വളരെ ചുരുക്കം പെർസെന്റേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ഒന്നുമില്ലെങ്കിൽ ക്യാഷിന് വേണ്ടിയിട്ടോ അല്ലാതെ വേറെ ഇതുപോലെ കല്യാണം അങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇവരെ വീട്ടില് പൈസ ഇല്ലെങ്കിൽ മതം മാറ്റി പൈസ ഉണ്ടാക്കണ്ട ഞാൻ ആലോചിക്കുന്നത്. പൈസ ഇപ്പൊ ഇവിടെ നടക്കുന്നൊരു കാര്യം ഞാൻ പറഞ്ഞ, ഒരു മതത്തിൽപ്പെട്ട ആളുകൾ അവർക്ക് ഭയങ്കര കടമുണ്ട്, ബാങ്കിൽ കടമുണ്ടെന്ന് വിചാരിച്ചോ, കെട്ടിച്ചുവിടാൻ വീട്ടിലെ പെൺകുട്ടികളുണ്ട്. ഞാൻ മതങ്ങളൊന്നും പറയുന്നില്ല, പക്ഷെ എല്ലാ മതങ്ങളും ഇങ്ങനെ ചെയ്യുന്ന പരിപാടികളുണ്ട്. കുറച്ച് ആളുകൾ അവർ അപ്രോച്ച് ചെയ്തിട്ട് വരും, നിങ്ങൾക്ക് ഒരു 30 ലക്ഷം രൂപ തരാം, പെൺകുട്ടികളെ കല്യാണം നടത്തി തരാം, നിങ്ങളെ കടവും ഞങ്ങൾ ഏറ്റെടുക്കാം, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മളെ മതത്തിലേക്ക് വന്നാൽ മതി. മനസ്സിലായോ? ഈ സെറ്റപ്പിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ഇത് കേരളത്തിൽ നടക്കുന്നുണ്ട്, അല്ലാതെ നോർത്തേക്ക് നോക്കണ്ട, നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട്, അങ്ങനെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇതിലൊക്കെ ഒരു ഓഡിറ്റ് വെക്കേണ്ടത് ആരാ? ഇവിടുത്തെ സർക്കാരാണ്, ഇവിടുത്തെ ആളുകളാണ് ഇതിലൊക്കെ ഒരു ഓഡിറ്റ് വെക്കേണ്ടത്. അത് വെക്കാതെ ഇപ്പം ഇങ്ങനത്തെ ഒരു വിഷയം വരുന്ന സമയത്ത് മാത്രം ഒരു ലവ് ജിഹാദ് എടുത്തിട്ട് ചർച്ച ചെയ്തിട്ട് ദർ ഇസ് നോ യൂസ്. അത് വീണ്ടും നമ്മളെന്ത് ചെയ്യണം, നമ്മളെ വല്ല് കുത്തി നാറ്റിക്കുകയാണ്. മനസ്സിലായില്ലേ? അതല്ല ചെയ്യേണ്ടത്. തീർപ്പുണ്ടാവണില്ല, അതിങ്ങനെ കഥ പോലെ പോയിക്കൊണ്ടിരിക്കണം. ഈ കുട്ടിയുടെ ആത്മഹത്യക്കുറിപ്പ് വായിക്കണോ? ഇവർ വായിക്കുന്നുണ്ട്, അത് വെക്കണോ? ആണെങ്കിൽ ചെയ്യാം. ഇങ്ങനെ ചതിക്കപ്പെട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഇമ്മോറൽ ട്രാഫിക്കിന് പിടിച്ച റമീസിനോട് ഞാൻ ക്ഷമിച്ചു. പക്ഷേ അവൻ വീണ്ടും വീണ്ടും എന്നോട് സ്നേഹമില്ലെന്ന് തെളിയിച്ചു. എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന് എന്നോട് മതം മാറാൻ നിർബന്ധിപ്പിച്ചു. രജിസ്റ്റർ മാരേജ് നടത്തിത്തരാമെന്ന വ്യാജേനെ അവൻ്റെ വീട്ടിലെത്തിച്ചു. കുടുംബക്കാരെ കൊണ്ട് മതം മാറിയാൽ കല്യാണം നടത്താമെന്ന് പറയിപ്പിച്ചു. റമീസ് ചെയ്ത തെറ്റുകൾ അവൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അറിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് എനിക്ക് അവരോട് അകൽച്ച ഉണ്ടാക്കി. സഹദ് എന്ന കൂട്ടുകാരൻ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ റമീസിനെ പിന്തിരിപ്പിച്ചു. വീണ്ടും എന്നെ തിരിച്ച് വീട്ടിലെത്തിച്ചു. മതം മാറാൻ സമ്മതിപ്പിച്ച് എന്നോട് പിന്നീട് വീണ്ടും റമീസും കൂട്ടുകാരും കുടുംബക്കാരും ക്രൂരത തുടർന്നു. മതം മാറിയാൽ മാത്രം പോരാ, തൻ്റെ വീട്ടിൽ നിൽക്കണമെന്നും കർശനമായി പറഞ്ഞു. ചെയ്ത തെറ്റിന് ഒട്ടും തന്നെ കുറ്റബോധം എന്നോട് സ്നേഹമോ റമീസിൽ ഞാൻ കണ്ടില്ല. എന്നോട് ഒളിച്ചോടാൻ റമീസ് സമ്മതം നൽകി. വീട്ടിൽ ഇനിയും ഒരു ബാധ്യതയായി നിൽക്കാൻ സാധിക്കുന്നില്ല. അപ്പൻ്റെ മരണം തളർത്തിയ എന്നെ മുകളിൽ പരാമർശിച്ച വ്യക്തികൾ ചേർന്ന് ഇന്ന് മരണത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഞാൻ പോകുന്നു, അമ്മയും ചേട്ടനും എന്നോട് ക്ഷമിക്കണം, ഞാൻ അപ്പൻ്റെ അടുത്തേക്ക് പോകുക എന്ന് സോന എൽദോസ് എന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞത്. ഞാനൊരു കാര്യം പറയും, കുട്ടി മരിച്ചുപോയി, കുറ്റപ്പെടുത്താൻ പാടില്ല, പക്ഷെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. എന്തിൻ്റെ ആവശ്യത്തിന് ഒരുത്തന്നെ ഇങ്ങനത്തെ ഒരു കേസിൽ പിടിച്ച് നിങ്ങളോട് ഒരു ഇഷ്ടവും സ്നേഹമില്ല എന്ന് അറിഞ്ഞ് നിങ്ങളെ ഐഡന്റിറ്റിയിൽ നിന്ന് മാറ്റാൻ ഒരുത്തം നോക്കുമ്പോൾ പിന്നെ ഓനോട് കൊടൂര ഇഷ്ടമെന്ന് പറഞ്ഞ് പോകുന്നത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലായ്മയാണ്. അങ്ങനെയുള്ള ആളുകൾ എനിക്കൊന്നും പറയാല്ല, പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, എടി ഇത് മതം മാറാനുള്ള ബ്രെയിൻ വാഷിംഗ് അല്ല നടന്നേ. ഈ ചെക്കൻ്റെ അടുത്തുള്ള അതിയായ സ്നേഹമാണ് ഈ പെണ്ണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയണത് എന്ത് ഓവറായിട്ടുണ്ടെങ്കിൽ പ്രശ്നം തന്നെയാണെന്ന് പറയാൻ കാരണം. ഇതിങ്ങനെ അനാവശ്യമായിട്ടുള്ള ഇഷ്ടമൊന്നും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ആത്മാർത്ഥത കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ എൻഡ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എനിക്ക് ആ കത്ത് വയ്ക്കുമ്പോൾ ആ കുട്ടിയോടെ ദേഷ്യം വരും. സോറി ടു സേ, എനിക്ക് ആ കുട്ടിയോടെ ദേഷ്യം വരും. പറയാൻ പാടില്ല, പക്ഷെ ആ കുട്ടിയോടെ ദേഷ്യം ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് ആ കുട്ടീനോട്. ഇവിടെ ഈ നാട്ടിൽ നിന്ന് ആളില്ലേ? ഞാൻ അത് ആലോചിച്ച് നോക്കുന്നത്. ഇവിടെ എത്രയോ ആളുകൾ കല്യാണം കഴിക്കാൻ കുട്ടികളെ കിട്ടാതെ നടക്കുമ്പോൾ ഇവിടെ ഈ ഉളുപ്പില്ലാത്തവരും ചെറ്റത്തരും കാണിച്ച് നടക്കണമെന്ന് ഇതേപോലെ 1, 2, 10 കല്യാണത്തിന് ശേഷം അറിഞ്ഞിട്ടാണ് ആ കുട്ടി ചെയ്ത് വെച്ചാൽ പോലും നമുക്കതൊരു ഇതുണ്ടായിരുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ടും വീണ്ടും അവിടെ പോയി ചെയ്ത് ഇങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോൾ ചെയ്താലും ഉണ്ടല്ലോ ഇതൊരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത, സ്വയം ഒരു ഇഷ്ടവും സ്നേഹം. ആദ്യം ഒരു മനുഷ്യന് വേണ്ടെന്ന് അറിയാം, നമുക്ക് നമ്മളോട് സ്നേഹമാണ്. അപ്പം ഞാനൊക്കെ അങ്ങനെയാണ്, എനിക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ അതുള്ള സമയത്ത് നമുക്ക് ഹേർട്ടാവുന്ന സാധനം അല്ലെങ്കിൽ നമുക്ക് മോശമായിട്ട് തോന്നുന്ന ഒരു സാധനം നമ്മൾ സ്വയം ചെയ്യില്ല. ഇത് നമുക്ക് നമ്മളെ ഇഷ്ടമില്ല, നമ്മളത് കൊണ്ടിട്ട് വേറൊരുത്തിന് പണയം വെച്ച് കൊടുക്കുന്നവരാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനത്തെ പരിപാടികൾ പോയിട്ട്. ഭയങ്കര മോശം തോന്നുന്നു. കാരണം ഇത്രയും ബോറായി നടക്കുന്ന ഒരുത്തിന് വേണ്ടിയിട്ട് ജീവനും കൂടെ കളഞ്ഞല്ലോ ആലോചിക്കുമ്പോഴേ. അല്ല, ഇവള് പറഞ്ഞറിയോ, ഞാൻ ഇനി ജീവിച്ചിരുന്ന ഞാൻ വീണ്ടും അവന്റെ അടുത്ത് പോകുന്നു, അതാണ് എന്റെ പ്രശ്നം, എനിക്ക് അവനെ അത്ര ഇഷ്ടമാണെന്ന്. ഇവിടെ ഈ കുട്ടീന്റെ ബ്രദർ സംസാരിച്ചു കേട്ടില്ലേ, അടിപൊളി മനുഷ്യൻ. ഈവൻ ഈ കുട്ടി മതം മാറാന്ന് പറയുമ്പോ വില്ലിങ് ആയിട്ട് നിൽക്കുന്ന വീട്ടുകാര് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഈ പെൺകുട്ടിക്ക് വീട്ടുകാരുടെ അടുത്ത് പോയിട്ട് ഒരു നേരം
മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഫോൾട്ടാണ്. മുന്നത്തെ കേസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അച്ഛനും അമ്മയും നിർബന്ധിച്ചു, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഇതൊക്കെ അറിഞ്ഞിട്ട് ഉണ്ടാകുന്നത്. ഇത്രയും സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഫാമിലി ഉണ്ടായിട്ട് ഒരു പക്ഷേ അച്ഛന്റെ മരണം തളർത്തി കാണും, അച്ഛൻ പോയപ്പോ കുട്ടി തളർന്നു കാണും. പക്ഷെ അപ്പോഴും ഏട്ടൻ എന്ന് പറഞ്ഞ ഒരാളില്ലേ അവിടെ, അച്ഛൻ നല്ല സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നില്ലേ? അതല്ല ഇവൻ പറയുന്നുണ്ട്, മറ്റേ ഈ ഏട്ടൻ പറയുന്നുണ്ട് അച്ഛൻ മരിച്ചിട്ട് 1 മാസം തികയുന്നതിന് മുന്നേ തന്നെ വീട്ടിൽ പെണ്ണ് അലിച്ചു വന്നു ആ ചെക്കൻ്റെ വീട്ടുകാര്. അപ്പൊ തന്നെ ഇവർക്ക് മനസ്സിലായി എന്താ ഇങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാരെന്ന്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ പറഞ്ഞെന്താ അത് കേട്ടില്ല ഏട്ടൻ പറഞ്ഞത്, അവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ ചിലപ്പോൾ ഇവിടെ തല്ലിന്നൊക്കെ ഇരിക്കും എങ്ങോട്ടെങ്കിലും പുറത്തു പോയാലെന്ന്. ഇങ്ങനെയൊക്കെ അതാ പറഞ്ഞത് ഇവരെല്ലാരും മുന്നിന്ന്. എന്നിട്ട് ഇവർക്ക് ആ സ്വഭാവം മനസ്സിലായിട്ട് പിന്നെ എന്താ എനിക്ക് മനസ്സിലാവില്ല എന്താണ്ടായെന്നുള്ളത്. ഇതായിരിക്കും ഈ കുട്ടീന്റെ ഒരു പ്രഷർ കൂടി ഉണ്ടാവും. എനിക്ക് കുട്ടീന്റെ പ്രശ്നമാണ്, കുട്ടിക്ക് ഇതന്നെ വേണം എന്നുള്ളൊരു സംഗതി. അൺഫോർച്ചുനേറ്റ് എന്നല്ലാതെ എന്ത് പറയും, ഇതൊക്കെ കാണുമ്പോൾ ആരെങ്കിലും പഠിക്കണേ. ഞാൻ പറഞ്ഞല്ലോ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനം അത് വിട്ട് കളിക്കരുത്, അത്രേ പറയാനുള്ളൂ. പ്രേമവും മണ്ണാങ്കട്ടെ ഇപ്പൊ ഞങ്ങള് പ്രേമിച്ചവരാ ഞങ്ങള്, പക്ഷെ ഞങ്ങളെ സെൽഫ് റെസ്പെക്ട് വിട്ട് ഞങ്ങള് കളിക്കൂല. മനസ്സിലായോ? സ്നേഹന്റെ എനിക്ക് ഇനി സെൽഫ് റെസ്പെക്ട് ഉണ്ട്. നമുക്ക് നമ്മളെ രണ്ടുപേരുടെയും പേഴ്സണൽ സ്പേസും ഉണ്ട്. അത് വിട്ട് കളിക്കാൻ നടക്കുക. ഒരു പരിധി വരെയൊക്കെ തമാശക്ക് എന്തെങ്കിലും പറയുമല്ലേ, അത്രേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറം ഒരാൾക്കൊരു ഐഡന്റിറ്റി ഉണ്ട്. അതിന്റെ മുകളിൽ തൊട്ട് കളിക്കാൻ രണ്ടാളും അങ്ങോട്ടും കൊണ്ടും പാടൂല. അതാണ് ശരിക്കും ജീവിതം മുന്നോട്ട് പോകുള്ളൂ. അങ്ങനെ പോവൂ, അല്ലാതെ പോകൂല. ഒരാളുടെ അടിമയല്ല, ഒരാളുടെ അടിമയല്ല. ഒരാൾക്ക് ഫ്രീഡം കൊടുക്കാൻ ഒരാൾ. ഇപ്പൊ ഞാൻ വന്നിരുന്നുണ്ടോ, ഞാൻ സ്നേഹിക്ക് ഫ്രീഡം കൊടുക്കും, നീ സ്നേഹം എനിക്ക് ഫ്രീഡം തരും. ഇത് കൊടുക്കാനും വാങ്ങാനും ഇത് എന്തെന്നാ അത്? എനിക്കിഷ്ടമായ ഞാൻ ചെയ്യാം, സ്നേഹിക്ക് ഇഷ്ടമായ സ്നേഹം ചെയ്യുക, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഒപ്പം നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഒപ്പം നിന്ന് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. അല്ല ഇതൊരുമാതിരി മുമ്പിയ പരിപാടി, ഇത്രയേ ഉള്ളൂ പറയാൻ. എനിക്ക് വേറൊന്നും, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വിഷയത്തിൽ സംസാരിക്കാൻ നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം ഇങ്ങനെയൊക്കെയുള്ള കുട്ടികളോട് എന്ത് പറയുമടി ഇങ്ങനെയുള്ള കുട്ടികളോട്? ഇവരെന്ത് മാതൃകയാണ് സൊസൈറ്റിക്ക് വെച്ചിട്ട് പോണത്? എനിക്കതാ മനസ്സിലാവാത്തത്. എന്ത് മാതൃക വയ്ക്കണേ? പിന്നെ ആ കുടുംബം, ഈ ചെക്കൻ്റെ കുടുംബം, നാട്ടുകാർ ചൂലെടുത്ത് അടിച്ചു ഓടിക്കണം. ആദ്യം കണ്ടിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടീനെ ജീവൻ രക്ഷിക്കായിരുന്നു. അതും നടന്നില്ല. ജീവൻ രക്ഷിക്കാനല്ലേ ആ കുട്ടി, പയ്യന് വേണ്ടിട്ട് തന്നെ ജീവൻ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടി. പിന്നെ ആ കുട്ടീനെ എങ്ങനെ ഇതൊന്ന് മാറ്റി എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാണ്? അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ആ ഏട്ടനും അമ്മയൊന്നും ഇനി വേറൊരു പ്രശ്നമൊന്നും വേണ്ട, അവളെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. അവസ്ഥ തന്നെയാണ് ഇങ്ങനത്തെ ഓരോ ന്യൂസ് കേൾക്കുമല്ലേ. ഇനിയിപ്പോ എന്താ പറയാ, കുറച്ച് ദിവസം ലവ് ജിഹാദ് ചർച്ച ചെയ്യാനായല്ലോ, അതങ്ങനെ നടക്കും ഒരു സൈഡിൽ കൂടി. മറ്റൊരു സുഖമായിട്ട് ഇറങ്ങും ചെയ്യും. അവർക്ക് നല്ല സുഖമായിട്ട്. ഇതിപ്പോ എന്താ അറിയോ, രാഷ്ട്രീയം ഇതിപ്പോ സുഖമായിട്ട് കുറെ ഇനിയിപ്പോ കുറെ മറ്റേ ക്രിസ്ത്യൻ അച്ഛന്മാര് വരും, മുസ്ലിം മറ്റേ കുറെ മതപണ്ഡിതന്മാർ ഇറങ്ങും, BJP-ക്കാർ ഇറങ്ങും, അവര് കുറെ ആൾക്കാർ ഇറങ്ങും. ലവ് ജിഹാദ് ഇങ്ങനെ ചർച്ച ചെയ്യും. ഈ 2 ദിവസം കഴിഞ്ഞാൽ അത് പോവും, കഴിഞ്ഞു. ഇതും വോട്ടാവും. രാഷ്ട്രീയമായിട്ട് അത് അങ്ങോട്ട് കൊണ്ട് ചർച്ച ചെയ്യാനുള്ള വിഷയമോ അത്ര അത് നിന്നു. ഇന്നലെ തോന്നുന്നുണ്ട് ഏഷ്യാനെറ്റിൽ ചർച്ച ഉണ്ട് ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചർച്ച അങ്ങനെ നടന്നോട്ടെ, ചർച്ച നടക്കുന്ന കുഴപ്പമില്ല. ഇനിയിപ്പോൾ അടുത്തൊല്ലം കേന്ദ്രത്തിന് ഇറക്കാൻ ഒരു സിനിമയും കൂടിയായി, കേരള സ്റ്റോറി പാർട്ട് 2, അതും വരും ഇനി. അവസ്ഥ